കരാർ കാലാവധി കഴിഞ്ഞ ഗസ്റ്റ് അധ്യാപകർ ഉത്തരക്കടലാസ് മൂല്യനിർണ്ണയത്തിനെത്തണമെന്ന് MG സർവകലാശാലയുടെ ഉത്തരവ്. ഗസ്റ്റ് അധ്യാപകരുടെ വേതനത്തെക്കുറിച്ച് ഉത്തരവിൽ പരാമർശമില്ല. അർഹമായ വേതനം ഉറപ്പാക്കാതെ മൂല്യനിർണ്ണയത്തിന് പോകില്ല എന്ന നിലപാടിലാണ് ഗസ്റ്റ് അധ്യാപകരുടെ സംഘടന. MG സർവകലാശാല ഉത്തരവിന്റെ പകർപ്പ് 24 ലഭിച്ചു. ഷിജോ കുര്യൻ പത്തനംതിട്ടയിൽ നിന്ന് ചേർന്നു. ഷിജോ, ഗുഡ് മോർണിംഗ്. എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? ഹാഷ്മി, പ്രവിത, വീണ്ടും ഗുഡ് മോർണിംഗ്. മാർച്ച് 31 സർക്കാർ ചട്ടപ്രകാരം ഗസ്റ്റ് അധ്യാപകരുടെ കാലാവധി കഴിഞ്ഞതാണ്. പിന്നീടുള്ള ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള അവധി സമയങ്ങളിൽ ഗസ്റ്റ് അധ്യാപകർ സാധാരണ നിലയിൽ ജോലിക്ക് എത്താറില്ല. എത്തിയാൽ തന്നെ അവർക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള ആനുകൂല്യങ്ങളോ ശമ്പളമോ ഒന്നും തന്നെ കിട്ടാറുമില്ല. അതിനിടയിലാണ് ഇപ്പോൾ MG സർവകലാശാല ഒരു വിചിത്രമായിട്ടുള്ള ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. മെയ് മാസം 11 തീയതി മുതൽ 6ാം സെമസ്റ്ററിന്റെയും അതുപോലെ തന്നെ മെയ് 13 മുതൽ 2ാം സെമസ്റ്ററിന്റെയും ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയം നടക്കുകയാണ്. ഈ മൂല്യനിർണ്ണയത്തിലേക്ക് ഈ ഗസ്റ്റ് അധ്യാപകർ കൂടി വരണം, കരാർ കാലാവധി കഴിഞ്ഞ ഗസ്റ്റ് അധ്യാപകർ കൂടി വരണം എന്ന് പറഞ്ഞുകൊണ്ട് പരീക്ഷാ കൺട്രോളർ ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതാത് കോളേജുകളിലെ പ്രിൻസിപ്പൽമാർ ഗസ്റ്റ് അധ്യാപകരുടെ സേവനം കൂടി മൂല്യനിർണ്ണയത്തിൽ ഉറപ്പുവരുത്തണം. വളരെ വേഗം തന്നെ മൂല്യനിർണ്ണയം പൂർത്തിയാക്കി ഫലപ്രഖ്യാപനം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമാണ്. അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ ഗസ്റ്റ് അധ്യാപകരെ സംബന്ധിച്ചുകൊണ്ട് ഇവർ ഈ സമയങ്ങളിൽ വരുമ്പോൾ അവരുടെ കയ്യിലേക്ക് കാശ് മുടക്കി വേണം ഈ വിവിധ സ്ഥലങ്ങളിലുള്ള കോളേജുകളിലേക്ക് ഗസ്റ്റ് അധ്യാപകർ എത്താനായിട്ട്. അപ്പോൾ അവർക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ആനുകൂല്യങ്ങൾ, വേതനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ എത്ര രൂപ ഇവർക്ക് കിട്ടും എന്നുള്ളതിനെക്കുറിച്ച് ഈ ഉത്തരവിൽ കൃത്യമായിട്ടുള്ള പരാമർശമില്ല. അപ്പോൾ ഒരു സൗജന്യമായിട്ട് ഇവർ വന്ന് അവരുടെ കയ്യിലെ കാശ് മുടക്കി ജോലി ചെയ്യണം എന്നുള്ള ഒരു തീരുമാനമാണ് MG സർവകലാശാല ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഉത്തരവിനെതിരെ ഗസ്റ്റ് അധ്യാപകരുടെ സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട്. കൃത്യമായിട്ട് ഇവർ ജോലിക്ക് വരണമെങ്കിൽ അവർക്ക് അതിനുമായി ബന്ധപ്പെട്ടുള്ള ശമ്പളം എത്ര രൂപ ലഭിക്കും, അത് എന്ന് നൽകും എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അറിയിപ്പ് ലഭിക്കണം എന്നുള്ള കാര്യമാണ് ഗസ്റ്റ് അധ്യാപകർ പറയുന്നത്. ഈ തൊഴിലുറപ്പിന് പോകുന്ന തൊഴിലാളികൾക്ക് കിട്ടുന്ന കൂലി പോലും തങ്ങൾക്ക് കിട്ടുന്നില്ല. ഒരു ദിവസം 7 പേപ്പർ വരെയാണ് വാല്യൂ ചെയ്യേണ്ടത്. അത് ഇങ്ങനെ 2 മാസം കൂടി പൂർത്തിയാക്കേണ്ടതാണ്. അതിന് കൃത്യമായിട്ടുള്ള ഒരു തുക നൽകണം എന്നുള്ളതാണ് ഗസ്റ്റ് അധ്യാപകർ ആവശ്യപ്പെടുന്നത്. അതേക്കുറിച്ച് വ്യക്തത വരുത്താതെ മൂല്യനിർണ്ണയത്തിന് പോകില്ല എന്നുള്ള നിലപാട് കൂടി ഗസ്റ്റ് അധ്യാപകർ സ്വീകരിച്ചിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.